ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. സദഖല്ലാഹുൽ അലിയുൽ അദീം. ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, പ്രിയം നിറഞ്ഞ മുത്തഅല്ലിമീങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവിൻ്റെ കേന്ദ്രമായ ദാറുൽ മആരിഫിൻ്റെ മുറ്റത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൻ നഈമിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കി വിവിധ പ്രദേശങ്ങളിൽ ദീനി ഖിദ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും അവരുടെ കുടുംബങ്ങളുമാണ് ഈ പരിപാടിയിലെ പ്രധാന പങ്കാളികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഐഹിക ലോകത്ത് മനുഷ്യർക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒറ്റയാനായി ജീവിക്കാതെ ഒരു കുടുംബത്തിന്റെ ഭാഗമാകാൻ സൗഭാഗ്യം തന്നു എന്നത്. സന്തോഷദായകമായ ഒരു കുടുംബജീവിതം സാധ്യമായാൽ അതാണ് ദുനിയാവിലെ നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത്. എല്ലാവരും അത് ആഗ്രഹിക്കുകയും സംതൃപ്ത ജീവിതത്തിന് വേണ്ടി കൊതിക്കുകയും ചെയ്യാറുണ്ട്. അത് നേടിയെടുക്കാൻ ഏതാനും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഇൻഷാ അല്ലാഹ് വലിയ പ്രഭാഷണം, ഉദ്ഘാടന പ്രസംഗമൊക്കെ ആക്കിയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഒന്നാമതായി നമ്മുടെ കുടുംബം സന്തോഷകരമായി മുന്നോട്ട് പോകാൻ നമ്മൾ ചെയ്യേണ്ടത് അതിനുവേണ്ടി അല്ലാഹുവോട് നിരന്തരം പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ യഥാർത്ഥ ഇബാദുകളുടെ അടിമകളുടെ 10-ലേറെ സ്വഭാവ ഗുണങ്ങളെ സൂറത്തുൽ ഫുർഖാന്റെ അവസാനത്തിൽ അല്ലാഹു പറയുമ്പോൾ അതിലേറ്റവും അവസാനം പറഞ്ഞ കാര്യം അതാണ്. വല്ലദീന യഖൂലൂന, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അവർ. എന്താണ് അവരുടെ പ്രാർത്ഥന? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ. പടച്ചവനെ, ഞങ്ങളുടെ ഇണകളിലൂടെയും സന്താന പരമ്പരകളിലൂടെയും കൺകുളിർക്കെ സന്തോഷം നൽകണേ. അതോടൊപ്പം വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, നിന്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഞങ്ങളെ ഒരു മാതൃകാ കുടുംബമാക്കി തീർക്കണമേ. ഞങ്ങളെ കണ്ട് മറ്റുള്ളവർ കൂടി നന്നാകുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം. ഈ ദുആ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അല്ലാഹുവിന്റെ അടിമകളെന്ന് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരും ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജായി ഇത് ഉൾക്കൊള്ളുകയും നിസ്കാരാനന്തരം ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ ദുആ ഉൾപ്പെടുത്തുകയും ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ സൂറത്ത് അല്ലാഹു അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല. അപ്പൊ നമ്മുടെ ഈ ദുആ നമ്മൾ നിരന്തരമായി ദുആ ചെയ്യുമ്പോഴാണ് നമ്മുടെ മക്കളുടെ കാര്യത്തിലും കുടുംബത്തിന്റെ കാര്യത്തിലും ഒക്കെ നമ്മുടെ ആദി മാറ്റാനും
ആഗ്രഹം നേടിയെടുക്കാനും ഒക്കെ നമ്മൾക്ക് സാധിക്കുക. അതുകൊണ്ട് നിരന്തരമായി ഈ പ്രാർത്ഥന നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ കാര്യമായി പറയാനുള്ളത്, ഇണയും തുണയുമാണ് ഒരു കുടുംബത്തിന്റെ അടിത്തറ. ഭാര്യയും ഭർത്താവുമാണ്. അവര് പരസ്പരം പരിഗണിച്ചും അടുത്തറിഞ്ഞും പെരുമാറുക എന്നതാണ് കുടുംബജീവിതം സന്തോഷകരമാവാൻ നമ്മൾ ചെയ്യേണ്ടത്. തൻ്റെ അവകാശങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കണം. എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടുന്നുണ്ടോ, ഭാര്യയിൽ നിന്ന് എനിക്ക് ലഭിക്കേണ്ട പരിഗണനയൊക്കെ ലഭിക്കുന്നുണ്ടോ എന്നിങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിന് പകരം എൻ്റെ ഉത്തരവാദിത്തം ഞാൻ സമ്പൂർണമായി നിർവഹിക്കാറുണ്ടോ എന്ന ചിന്ത കൂടുതൽ ചിന്തിക്കും. ജീവിതത്തിലും നമ്മൾ അത് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഭാര്യമാരെ പരിഗണിച്ചുകൊണ്ടാണ് ഭർത്താക്കന്മാർ മുന്നോട്ട് പോകേണ്ടത്. അത് എല്ലാ വിഷയത്തിലും അവർക്ക് പരിഗണന കൊടുക്കണം. വീട്ടിലേക്ക് നമ്മൾ ചെറിയ സാധനങ്ങൾ വാങ്ങാൻ പോവാണെങ്കിൽ, അരി വാങ്ങാൻ പോവാണെങ്കിൽ ഭാര്യമാരോട് ചോദിക്കും നമ്മൾ എന്തൊക്കെ വേണ്ടത്. അപ്പൊ അവര് പറയും അരിയില്ല, പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ട്, തക്കാളി കുറച്ച് വാങ്ങിയുണ്ട്, ഉള്ളി തീർന്നു കേട്ടോ. ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ പറയും. അപ്പൊ ഒരു 2-3 നമുക്ക് ഓർമ്മ ഉണ്ടാവും. പോകുമ്പോ പീടികയിലെത്തിയ അതിന് 2 ഓർമ്മാവും, 4 വാങ്ങൂല, അങ്ങനെ പോരലാണ്. അതൊരു ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും, അരി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച വാങ്ങിയ അരി തന്നെ മതിയോ അല്ലെങ്കിൽ അരി മാറ്റണോ ഒന്ന് ഭാര്യയോട് ചോദിക്കണം. കാരണം എല്ലാ അരിയോടും എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. ആ ചോദ്യം തന്നെ ഭാര്യക്കുള്ള ഒരു പരിഗണനയാണ്. അവളെ താല്പര്യത്തിനനുസരിച്ചുള്ള അരി വാങ്ങാൻ ഒരു ഭർത്താവ് തയ്യാറാകുകയാണെങ്കിൽ ആ ഭർത്താവിനോട് ആ ഭാര്യക്ക് പ്രത്യേകം സ്നേഹം ഉണ്ടാവുന്നു. ഇതുപോലെ ഉപ്പേരിക്ക് പച്ചക്കറി വാങ്ങുമ്പോൾ ആദായമുള്ളത് മാത്രം വാങ്ങണ ശീലാണ് പലർക്കുള്ളത്. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പം കൈപ്പങ്ങ മറ്റൊക്കെ മൂക്കാത്തത് ഇങ്ങോട്ട് കിട്ടും. അത് ഗുഡ്സിൽ കൊണ്ടുവന്ന് 10 ഉറുപ്പ്യക്ക് 10 കിലോ എന്ന് പറഞ്ഞാൽ നമ്മൾ അതും വലിയ കിട്ടലാന്ന് വിചാരിച്ച് വാങ്ങി പൊരേക്ക് പായി. എന്നാ ഭാര്യക്ക് കണ്ണിൻ്റെ ഏറെ കണ്ടുകൂടാത്ത സാധനമായിരിക്കും. അങ്ങനെ വാങ്ങിയിട്ട് കാര്യമില്ല. അവർക്ക് കൂടി ഇഷ്ടമുള്ളതാണോ, ഏത് ഉപ്പേരിക്ക് എന്താ വാങ്ങേണ്ടത് എന്ന് അവരോട് ചോദിച്ച് അവരെ താല്പര്യമുള്ളത് വാങ്ങുക. അങ്ങനത്തെ കുടുംബത്തിലെ സന്തോഷം ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് ഭാര്യമാരെ പരിഗണിക്കുന്നതിന്റെ ഭാഗമാണ് ഭാര്യ വീട് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് കൂടെ പോവാ. ചില ആൾക്കാരെ ഭാര്യ വീട്ടിലേക്ക് ക്ഷണിച്ചാല് എന്തെങ്കിലും ഒഴിവുകൈ പറഞ്ഞില്ല. ആ തുടക്കത്തിൽ 2 തക്കാരത്തിന് ഉഷാറായിട്ട് പോയാൽ പിന്നെ ക്ഷണിച്ചാൽ ഇങ്ങനെ ആടിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകണം മാതിരിയ 2 അടി മുന്നോട്ട് 4 അടി വയ്യോട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കും. ഭാര്യമാർക്ക് കൊടുക്കുന്ന പരിഗണനയുടെ ഭാഗമാണ് അവരെ കുടുംബത്തിൽ എന്തെങ്കിലും പരിപാടിയോ കല്യാണമോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളും കൂടി ഒന്ന് കൂടിയാടി അത് ഭംഗിയാക്കി കൊടുക്കും. ഇതുപോലെ ഡ്രസ് എടുക്കുമ്പോൾ അവരെ താല്പര്യം കൂടെ പരിഗണിക്കും. അവരോട് ചോദിക്കുക ഏത് ഐറ്റംസാ വേണ്ടത്, ഏത് ജാതിയാ, ഇസ്ലാമിക സംസ്കാരത്തോട് യോജിക്കണം എന്നുള്ള ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അത് പരിഗണിച്ചുകൊണ്ട് ബാക്കി അവരെ കൂടി താല്പര്യം നോക്കിയിട്ട് ഡ്രസ്സ് വാങ്ങുക, ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, ഇങ്ങനെയുള്ള ഒരു പരിഗണന. നമ്മൾ എല്ലാ ദിവസവും യാത്ര പോകുന്നവരായിരിക്കും. സ്ത്രീകൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അനാവശ്യമായിട്ട് പുറത്തിറങ്ങി പോകേണ്ടതില്ല. എന്നാലും ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും ഒരു സിയാറത്ത് യാത്ര ഭാര്യമാരിയായിട്ട് പോകണം. ഇന്ന് തന്നെ ഭാര്യനെ കൂട്ടാതെ പോകുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പം ഇവിടെ. അങ്ങനെയല്ല, നമ്മൾക്ക് അനുവദനീയമായ സമയത്തല്ലേ ഓലും കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ യാത്രയിലല്ലേ. അപ്പൊ അവർക്കും ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടാൻ അത്തരത്തിലുള്ള ചെറിയ ചെറിയ യാത്രകൾ പോകുമ്പം ഭാര്യമാരെയും കൂട്ടിപ്പോകുന്ന ഒരു രീതി, ഇത് അവർക്കുള്ള പരിഗണനയുടെ ഭാഗമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മാ അക്രമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. ഭാര്യമാരെ പരിഗണിക്കുന്നവർ മാന്യന്മാരും
അവരെ അവഗണിക്കുന്നത് മാന്യതയില്ലാത്തവരുടെ അടയാളമാണ്. അപ്പൊ അവരെ ഒന്ന് നമ്മൾ പരിഗണിക്കും. ഒരു വീടുണ്ടാക്കുകയാണ്, എന്നാൽ അതിന്റെ പ്ലാനൊക്കെ ഭാര്യമാർക്കൊന്ന് കാണിച്ചു കൊടുക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്, എന്തെങ്കിലും മാറ്റം വേണമെന്നൊരു അഭിപ്രായം ചോദിച്ചൂടെ? നമുക്കൊരു മുൻവിധി ഉണ്ട്, ഓൾ എഞ്ചിനീയറിംഗ് കേട്ടോ പഠിച്ചു, ഓളോടൊപ്പം എന്തിനാ ചോദിക്കണം? അതല്ല, അത് അതിന്റെ ഒരു ഭാഗമാണ്. ഇതുപോലെ ഒരു ടൈല് വാങ്ങാൻ പോവാണ്, അപ്പൊ അതിന്റെ കളർ ഏതാ മോഡൽ എന്നൊക്കെ ഭാര്യമാരോടൊന്നും ചോദിക്കാം. അതിനൊന്നും നമ്മൾ ഓലെ പുച്ഛിച്ച് ഓൽക്കൊന്നും ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല എന്നൊരു മുൻവിധിയായിട്ട് പോകുന്ന രീതിയല്ല. ഇതേ രീതിയിൽ തന്നെ ഭർത്താക്കന്മാരെ ഭാര്യമാർ ഇങ്ങോട്ടും പരിഗണിക്കണം. ആ പരിഗണനയുടെ ഭാഗമാണ് ഭർത്താവിനെ കാണുമ്പം മുഖത്തേക്ക് നോക്കുക, പുഞ്ചിരിക്കുക. ഇത് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടത്. ഒന്ന് കണ്ണിൽക്കൊരു 10 സെക്കൻഡ് നേരെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഇവര് തമ്മിൽ വല്ലാത്തൊരു ഇണക്കവും പൊരുത്തവും ഉണ്ടാവുന്നു. അതാ കാണാൻ പോയെന്നൊന്ന് നോക്കിയതാ, പിന്നെ മുഖത്തേക്ക് നോക്കലില്ല, താഴത്തേക്ക് നോക്കി അങ്ങോട്ടും നോക്കിയൊക്കെ ഇപ്പൊ വർത്താനം പറയാം. അങ്ങനെയല്ല, ഭാര്യയും ഭർത്താവും തമ്മിലും കണ്ണിലേക്ക് മുഖാമുഖം നോക്കിയിരിക്കണം. അതോടൊപ്പം തന്നെ മുഖത്ത് പുഞ്ചിരി വിരിയണം. എത്ര വലിയ സന്തോഷം ഉണ്ടാവും ആ കുടുംബത്തിൽ നിന്നറിയാം. പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചാൽ മതി. അതുപോലെ കൈ പിടിക്കുക, ഭാര്യമാരെ കൈയൊന്ന് പിടിക്കുക. കൈപിടിക്കലൊക്കെ വലിയ മനഃശാസ്ത്രപരമായി തന്നെ വലിയ സംഗതികളാണ്. മുസാഫഹത്ത് ചെയ്യുക ഭാര്യയും ഭർത്താവും തമ്മിൽ. അവര് തമ്മിലുള്ള എന്തെങ്കിലും വിദ്വേഷമോ വെറുപ്പൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു പോയി വലിയ സ്നേഹമുണ്ടാകാൻ കാരണമാകുന്ന കാര്യമാണ്. ഇതേപോലെ ഭർത്താവ് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ആ ഭർത്താവിനെ ഭാര്യ പരിഗണിക്കണം. ഭർത്താവ് ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്, രാവിലെ എഴുന്നേറ്റ് പോണ സമയത്ത് ഞാൻ പോട്ടട്ടോന്ന് പറയുമ്പോ ഞങ്ങൾ പോയിക്കോളിന്ന് അവിടെ നിന്ന് പറയാതെ പോകുന്ന സമയത്ത് ഒന്ന് ഉമ്മറത്തേക്ക് ഇറങ്ങി വന്ന് ചെരുപ്പ് അവിടെ റെഡിയാണല്ലോ, ചാവി എടുക്കാൻ മറന്നില്ലല്ലോ, അങ്ങനെ എന്തെങ്കിലും ഓർമ്മാക്കണ്ടേ, മൊബൈൽ മറന്നുപോയോ, ചിലപ്പോ മൊബൈൽ എടുക്കാതൊക്കെ രാവിലെ ഉണ്ട്, ആ മദ്രസിലെത്താൻ വേണ്ടിയിട്ടൊരു പോക്കുണ്ട്, അതിലെല്ലാം മറന്നു, ചിലപ്പോ തലകെട്ടിട്ടാൻ പോലും മറന്നു ചില ആൾക്കാർ. അപ്പൊ അതൊക്കെ ഒന്ന് ഓർമ്മയാക്കി ഭാര്യമാര് മുന്നിൽ വന്ന് നിൽക്കുക. അങ്ങനെ വീട്ടിൽ നിന്നൊരു ഭർത്താവ് ഇറങ്ങി പോകുമ്പോ അവസാനമായി അയാൾ കാണേണ്ടത് ആരെയാണ്? ആ ഭാര്യയുടെ മുഖാണ്. അങ്ങനത്തെ ഒരു ഭർത്താവിന് ഡ്യൂട്ടി കഴിഞ്ഞാൽ വേഗം വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാൻ തോന്നും. കാരണം ഭാര്യമാര് അങ്ങനെയാണ് യാത്രയാക്കിയത്. ഇതേപോലെ തന്നെയാണ് ഭർത്താവ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഫതലഖീഹി ബിൽ ബാബ്, ഗേറ്റിങ്ങിൽ ചെന്ന് ഭാര്യ ഭർത്താവിനെ സ്വീകരിക്കണം എന്നാ പറയുന്നത്. ഇതൊരു പരിഗണനയാണ്. ഭർത്താവ് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഒന്ന് യാത്രയാക്കാനും സ്വീകരിക്കാനും ഒക്കെ. ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണിച്ചു പെരുമാറുക എന്നതാണ് കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാകാനുള്ള രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, മക്കൾക്ക് നമ്മൾ മാതൃകയായി പ്രവർത്തിക്കണം. നമ്മുടെ കുട്ടികൾക്ക് നമ്മളിൽ നിന്നാണ് ജീവിത മാതൃക കിട്ടേണ്ടത്. നമ്മൾ ദ്വാരുന്നതാണല്ലോ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാൻ. അപ്പം മുത്തഖീങ്ങൾക്ക് മുന്നിൽ നിന്ന് നായകത്വം വഹിക്കാൻ പറ്റിയ ആളുകളായി നമ്മൾ മാറണമെങ്കിൽ നമ്മളെ കുട്ടികൾ മദ്രസയിൽ നിന്ന് പഠിക്കുന്ന തിയറികളെക്കാൾ മാതാപിതാക്കളെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന അനുഭവ പാഠങ്ങളായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിനെ സ്വാധീനിക്കാം. അപ്പൊ അതുകൊണ്ട് എന്തു വേണം? നമ്മളെ കുട്ടികൾക്ക് മാതൃകയാകുന്ന കുറെ പ്രവർത്തനം നമ്മളിൽ നിന്നുണ്ടാവണം. വെള്ളിയാഴ്ച രാവായാൽ സഹോദരിമാര്, ഉമ്മമാര് മക്കളെ ഒക്കെ അടുത്തേക്ക് വിളിച്ചു കൂട്ടണം. എന്നിട്ട് മക്കളോട് നമ്മളെ വാപ്പന്റെയും ഉമ്മന്റെയും ഒക്കെ കഥ പറഞ്ഞു കൊടുക്കണം. കുട്ടിക്ക് വലിയ ആഗ്രഹമാണ് കഥ കേൾക്കാൻ. അത് നമ്മൾ നല്ല ആകർഷണീയമായ രീതിയിലും അതിന്റെ ഗൗരവത്തിലും ആ കുട്ടികളെ കേൾപ്പിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ കുട്ടികളോട് ഇപ്പം നിങ്ങൾ പറയാണ് ഇവിടെ കറണ്ട് ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ അത്ഭുതപ്പെടും. അപ്പൊ അന്നൊക്കെ നിങ്ങൾ എങ്ങനെ കടന്നുറങ്ങിയെന്ന്, മൊബൈലൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് എന്ന് പറഞ്ഞാലോ കുട്ടിക്ക് ഭയങ്കര അത്ഭുതമായിരിക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെ ആവശ്യമുള്ളവരൊക്കെ വിളിച്ചത് ഒക്കെ പോയി പറയല. ഇന്നത്തെ പോലെ വാർപ്പിന്റെ വീടുണ്ടായിരുന്നില്ല, പലതും ഓടിട്ടതോ അതല്ലെങ്കിൽ ഓല മേഞ്ഞതോ ആണ്. ഉറങ്ങാൻ ബെഡ് ഉണ്ടായിരുന്നില്ല, കട്ടിലുണ്ടായിരുന്നില്ല, ഈറപ്പായാണ്. നോമ്പുറക്കാൻ ഇന്നത്തെ പോലെ വിഭവങ്ങൾ ഉണ്ടായിരുന്നില്ല.
അന്ന് നമ്മൾ ഉമ്മയും ബാപ്പയും ഒക്കെ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളെ കുറിച്ച് കുട്ടികളെ മുമ്പിൽ വിവരിച്ച് അവരോട് ഈ കുട്ടികൾക്ക് ഒരു സഹതാപം തോന്നിയതിന് ശേഷം അവരോട് പറയണം, മക്കളെ ഇന്ന് ആ ഉമ്മയും ബാപ്പയും ഒക്കെ 6 അടി മണ്ണിന്റെ ചോട്ടിലാണ്. നമ്മൾ ഈ താമസിക്കുന്ന വീടിനേക്കാൾ ഹൈറായ സ്വർഗത്തോപ്പായി അവരെ ഖബറ് മാറണം. അപ്പൊ അതിനു വേണ്ടി നമുക്കൊരു യാസീനോദല്ലേ, 7 മിനിറ്റ് ഉണ്ടായാൽ ഒരു യാസീനോദ. അങ്ങനെ ആ മക്കളെ കൂട്ടിച്ചേർത്ത് ഉമ്മയും ബാപ്പയും കൂടിയിരുന്ന് മരിച്ചുപോയ ഉമ്മക്കും ബാപ്പക്കും വേണ്ടി ഒരു യാസീന് നമ്മൾ ഓതുകയാണെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടാൽ ഇതേപോലെ നമ്മളെ പേരമക്കളെ ചേർത്തിരുത്തി ഇവര് നമുക്ക് വേണ്ടി യാസീനു. അതിനുള്ളൊരു മാതൃക നമ്മളെത്തുനിന്ന് കിട്ടണം. ജീവിത തിരക്കുകൾക്കിടയിൽ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള നല്ല മാതൃകകൾ പകർന്നു നൽകാൻ നമ്മൾ മറന്നുപോയാൽ മരണാനന്തരം നമ്മളെ ഓർമ്മിക്കാത്ത ഒരു തലമുറയായിരിക്കും ഇവിടെ ഉണ്ടാകുക. അത് നമ്മൾ സൂക്ഷിക്കണം. ഇതേപോലെ തന്നെ വാപ്പമാര് വെള്ളിയാഴ്ച പള്ളിയിൽ പോകും. പലരും ഉസ്താദുമാരായിരിക്കും, അവർക്ക് വേറെ ഏതോ സ്ഥലത്തായിരിക്കും ജുമാ ഉണ്ടാകുക. കുട്ടികളെ കൂട്ടി വല്യാപ്പന്റെ ഖബറിന്റെ അടുത്ത് പോകാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ വ്യാഴാഴ്ച പ്രത്യേകം സിയാറത്ത് സുന്നത്തുള്ള ദിവസമാണല്ലോ വ്യാഴം വെള്ളി. ആ വ്യാഴാഴ്ച വൈകുന്നേരം നമ്മളെ മക്കളെയും കൂട്ടി വാപ്പന്റെ ഖബറും പുറത്ത് നമ്മൾ പോകണം. ആ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ നിന്ന് വാപ്പയുടെ ത്യാഗോജ്വലമായ ജീവിതത്തെ നമ്മൾ അനുസ്മരിക്കുമ്പം നമ്മളെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നത് നമ്മളെ മക്കൾ കാണണം. അവിടെ വെച്ചൊരു ഫാത്തിഹ ഓതി നമ്മൾ ദുആ ചെയ്യുകയാണ്. ഇത് നമ്മളിൽ നിന്ന് കുട്ടികൾ കണ്ടു പഠിച്ചെങ്കിലേ നാളെ നമ്മൾ മരണപ്പെട്ടാൽ അവരെ മക്കളെയും കൂട്ടി അവർ നമ്മളെ ഖബറും പുറത്തേക്ക് വരുള്ളൂ. ഈ മാതൃക നമ്മൾ പകർന്നു കൊടുക്കുന്നവരായി മാറണം. നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കറണ്ടിന് വേണ്ടി സംവിധാനങ്ങൾ ചെയ്തു ഇവിടെ പഠിച്ചുപോയ ആൾക്കാർ അൽഹംദുലില്ലാഹ് കബൂൽ ചെയ്യണം. നമ്മൾ പഠിച്ച സ്ഥാപനങ്ങൾക്ക് സാധ്യമാകുന്ന സേവനങ്ങൾ നമ്മൾ ചെയ്യണം. ആ സേവനം ചെയ്യുമ്പോഴും നമ്മൾ അവിടെ ഒരു മാതൃക കാണിക്കേണ്ട എന്താണ്? മക്കളെ എല്ലാരെയും വിളിക്കാം, എന്നിട്ട് പറയാ ദാറുൽ മആരിഫില് ചെറിയൊരു തുക നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ പൈസ മൂത്ത മകനെ ഏൽപ്പിച്ചിട്ട് പറയാ ഇത് അവിടെ കൊണ്ടുകൊടുക്കണം, ഇത് എന്റെ വാപ്പന്റെ അഥവാ നിങ്ങളെ വല്യാപ്പന്റെ പേരിലാണ് അല്ലെ വല്യമ്മന്റെ പേരിലാണ് എന്ന് പറഞ്ഞ് അവനെ കൊടുക്കാൻ ഏൽപ്പിച്ചാൽ 2 കാര്യം നടക്കും. ഒന്ന്, ദാറുൽ മആരിഫിന് സ്വതക്ക ചെയ്ത കൂലി കിട്ടും. രണ്ടാമത്തത് മക്കൾക്കൊരു മാതൃക പഠിപ്പിച്ച കൂലി കിട്ടും. ഇത് നമ്മളിൽ നിന്നുണ്ടായാൽ നാളെ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാലും നമ്മളെ പേരിൽ നമ്മുടെ മക്കൾ ഇതുപോലെ സ്വതക്ക ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള നല്ല മാതൃകകൾ മാതാപിതാക്കൾ മക്കൾക്ക് പകർന്നു നൽകണം. നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന സംസ്കാരങ്ങളും നമ്മളെ സ്വഭാവങ്ങളും നമ്മളെ പെരുമാറ്റങ്ങളുമാണ് നമ്മുടെ മക്കളെ നല്ലവരാക്കി തീർക്കുക. ഗൃഹാന്തരീക്ഷം എന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. വീട്ടിൽ നിന്ന് കുട്ടികൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സംസ്കാരമാണ് പുറത്തിറങ്ങിയാലും ആ കുട്ടികൾ പ്രകടിപ്പിക്കുക എന്നാണ്. ഒരധ്യാപകൻ അദ്ദേഹത്തിന്റെ ക്ലാസ്സിലെ കുട്ടികളെ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കി. അവരെ കയ്യിലേക്ക് കുറെ കടലാസ് തുണ്ടുകൾ കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുക 10 മിനിറ്റിന്റെ ഉള്ളിൽ. കുറെ കുട്ടികള് വാച്ചുണ്ടാക്കി, ചിലർ തൊപ്പി ഉണ്ടാക്കി, വേറെ ചിലർ ബോൾ ഉണ്ടാക്കി, പരുന്തിനുണ്ടാക്കി, അങ്ങനെ പലതും ഉണ്ടാക്കി. അതൊക്കെ മാഷ് നോക്കി ഉഷാറായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ ആ കടലാസുകളൊക്കെ കളി നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ കുട്ടികൾ കടലാസ് കളഞ്ഞത് 3 രീതിയിലാണ്. ഒരു കൂട്ടം കുട്ടികൾ എന്ത് ചെയ്തു? ആ കടലാസുകളെ ചെറിയ ചെറിയ ചീളുകളാക്കി ഫൂ എന്ന് പറഞ്ഞ ഒരൊറ്റ ഊത്ത. അങ്ങനെ ക്ലാസ് നിറച്ചും ഈ കടലാസ് തുണ്ടുകളായി. ഇത് ഏത് വീട്ടിൽ നിന്ന് വന്ന കുട്ടികളാണ്? ഇതേ സംസ്കാരമുള്ള വീട്ടിലെ കുട്ടികളാണ്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മളൊക്കെ പുരയില് കുട്ടികൾ മേശന്റെ അടുത്ത് വായിക്കാനിരുന്ന് കഴിഞ്ഞാൽ ആ മേശന്റെ പരിസരത്തും ചോട്ടിലൊക്കെ എന്തൊക്കെ ഉണ്ടാകുക? പലപ്പോഴും ഇതുപോലത്തെ കുറെ കടലാസ് കഷ്ണങ്ങൾ ഉണ്ടാവും, പെൻസിൽ കൂർപ്പിച്ചതിന്റെ വേസ്റ്റ് ഉണ്ടാകും, മുട്ടായി തിന്നതിന്റെ കടലാസ് ഉണ്ടാവും. ഇതൊക്കെ അവിടെ ഇടുന്ന സംസ്കാരമാണോ നമ്മളെ വീട്ടിലെങ്കിൽ അവര് സ്കൂളിൽ വന്നാലും ഈ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായി. രണ്ടാമത്തെ വിഭാഗം കുട്ടികൾ എന്താ ചെയ്താൽ അറിയോ? അവർ ഈ വേസ്റ്റ് കടലാസ് കളയാൻ പറഞ്ഞപ്പോൾ അതിങ്ങനെ ചുരുട്ടിയിട്ട് മെല്ലെ നോക്കിയിട്ട് മറ്റേ ക്ലാസ് ഒരൊറ്റ കയറാം. അതേത് പുരയെന്ന് വന്നാന്നറിയോ? ആ കുട്ടികളെ പുരയുള്ള സ്വഭാവം അതാ.
മത്തി ഭർത്താവ് കൊണ്ടുകൊടുത്താല് ഭാര്യ അത് ചട്ടിയിലിട്ടിട്ട് ആ കടലാസും ആ കവറും ഒക്കെ പാടെ ചുറ്റിയിട്ട് മറ്റോലെ പറമ്പൊക്കെ ഒരു ഏറുണ്ട്. കാരണം നമ്മളെ നാട് പോയാൽ മതിയല്ലോ. അങ്ങനെയാണ് അത് പഠിച്ച കുട്ടികൾ ഇങ്ങനെ ചെയ്യാം. ഒരിപ്പോ അങ്ങാടിയിൽ നിന്ന് ഒരു വാട്ടർ ബോട്ടിൽ വെള്ളം കുടിച്ചാൽ ആ പ്ലാസ്റ്റിക്കിന്റെ കുപ്പി അങ്ങാടിയിലെ റോട്ടുമ്മക്കാട് എറിയും. അത് എറിയാൻ പാടില്ല. പക്ഷെ അത് പാടില്ല എന്ന് എവിടുന്ന് പഠിക്കണം? വീട്ടിൽ നിന്ന് പഠിച്ചിട്ടില്ല, വലിച്ചെറിഞ്ഞ് പഠിച്ചതാണ്. അത് കുട്ടികൾ പുറത്ത് പ്രകടിപ്പിക്കും. മൂന്നാമത്തെ ഒരു വിഭാഗം കുട്ടികള് കടലാസ് കളയാൻ പറഞ്ഞപ്പോ അധ്യാപകനോട് ചോദിക്കുക, സാറേ വേസ്റ്റ് കൊട്ട എടയെന്ന്. അപ്പൊ അധ്യാപകൻ കാണിച്ചു കൊടുത്തതാ ആ ബ്ലാക്ക് ബോർഡിന്റെ ചോട്ടിലതാ. അപ്പൊ ആ കുട്ടികളായി കൊണ്ടുപോയിടാണ്. ഇത് ഏത് വീട്ടിൽ നിന്ന് വന്ന കുട്ടികളാണ്? ഇവരെ വീട്ടില് എല്ലാ റൂമിന്റെയും മൂലയിൽ ഒരു വേസ്റ്റ് കൊട്ട ഉണ്ട്. അവര് മിഠായി തിന്നാൽ, കാരക്ക തിന്നാൽ, പെൻസിൽ ഊർപ്പിച്ചാൽ ഈ വേസ്റ്റ് ഒക്കെ അതിലാ കൊണ്ടിട. ഇതൊരു സംസ്കാരമായി വീട്ടിൽ നിന്ന് പഠിപ്പിക്കുമ്പോഴാണ് നമ്മുടെ മക്കൾ പുറത്തിറങ്ങിയാലും ഈ മൂല്യമുള്ള ജീവിതം നയിക്കുക. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് മാതൃകയാകുന്നവരായി നമ്മൾ മാറണം. അവിടെയാണ് സന്തോഷദായകമായ കുടുംബം ഉണ്ടാകുക. നാലാമത്തെ കാര്യമായി ഓർമ്മപ്പെടുത്തുന്നത് നമ്മളെ സംസാരം വളരെ ശ്രദ്ധിച്ചുകൊണ്ടാകുക. പലപ്പോഴും കുടുംബത്തിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ സംസാരത്തിൻ്റെയും സംസാരിക്കുന്ന സമയത്തുള്ള ശരീരഭാഷയുടെയും പേരിലാണ്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മളൊക്കെ ഖത്തീബുമാരാണല്ലോ, ജനങ്ങളോട് ഓതി കേൾപ്പിക്കുന്ന ഒരു ആയത്തുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ചു ജീവിക്കണം. എല്ലാ വിഷയത്തിലും പെട്ട് പ്രത്യേകിച്ച് അള്ളാഹു ഒരു കാര്യം പറഞ്ഞതാ, വഖൂലു ഖൗലൻ സദീദാ. നിങ്ങൾ നേരെ ചൊവ്വയുള്ള വർത്തമാനങ്ങൾ മാത്രം പറയാം. വളച്ചു കെട്ടാതെ, കോട്ടിമാട്ടാതെ, കുത്തിപ്പറയാതെ, പരുപരുത്ത ശബ്ദം എടുക്കാതെ, ഒരാളെയും വേദനിപ്പിക്കാതെ സംസാരിക്കുക. എന്നാലോ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളെ പ്രവർത്തനവും അള്ളാഹ് നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളെ പാപങ്ങളും അള്ളാഹ് പുറത്തു തരും. വലിയ നേട്ടാണ് നമ്മളെ വർത്താനം നന്നായാൽ. പലപ്പോഴും പല കുടുംബ പ്രശ്നങ്ങളുടെയും കാരണം വാക്കുകളാണ്. ആ വാക്കുകൾ പ്രയോഗിക്കുന്ന രീതി, ആ സമയത്തെ ശരീരഭാഷ, മുഖഭാവം, ഇതൊക്കെ അതിൽ പെട്ടതാണ്. അതുകൊണ്ട് കുടുംബനാഥനും കുടുംബിനിയും വീട്ടിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഒരിക്കലും നേരെ ചൊവ്വയല്ലാതെ ഒരു പ്രത്യേക സ്വരം പുറപ്പെടുവിപ്പിച്ചോ അല്ലെ എന്തെങ്കിലും കുത്തിപ്പറഞ്ഞോ വെച്ചു പറഞ്ഞോ, അതും അല്ലെങ്കിൽ ശപിച്ച് സംസാരിച്ചുകൊണ്ടോ കുത്തുവാക്ക് പറഞ്ഞുകൊണ്ടോ ഒന്നും ആവരുത്. അതൊക്കെ കുട്ടികൾ അതുപോലെ നമ്മളിൽ നിന്ന് പകർത്തും. ഇപ്പൊ ഒരു ഉമ്മാനോട് രാവിലെ ഒരു കുട്ടി എഴുന്നേറ്റ ഉടനെ തന്നെ മദ്രസ പോണം, അങ്ങനെ നീച്ചിട്ട് പറയാ എന്റെ ഫിഖ് കാണുന്നില്ല, എവിടെ ഉമ്മാന്ന്. ഇതിപ്പോ ഒരു ഉമ്മാനോട് സാധാരണ കുട്ടി ചോദിക്കണം. അപ്പൊ ഉമ്മാന്റെ മറുപടി എന്താ? എന്റെ ഫിഖ് എന്താ എന്റെ തലയിലാ, അവിടെ പോയി നോക്കുന്നത്. ഇതാണ് നമ്മളെ ശരി. അള്ളാഹ് പറഞ്ഞത് ഇങ്ങനെ പറയരുത്. വഖൂലു ഖൗലൻ സദീദാ. എടെ മോനെ എന്റെ ബാഗിലുണ്ടോ നോക്കുക, മേശപ്പുറത്തുണ്ടോ നോക്ക്, ഇന്നലെ വായിച്ചിട്ട് വെച്ച അവിടെ നോക്കിയാ. അങ്ങനെയല്ലാതെ നമ്മൾ ഇങ്ങനെ ചോദിച്ചാൽ ഇതേ മറുപടി കുട്ടികളത്തിൽ നിന്നും കിട്ടും. പിന്നെ കുട്ടി ചോദിച്ചാണ് വാപ്പനോട്, വാപ്പയെ തോർത്തുണ്ടാടെ, തോർത്തുണ്ടോ ഞാൻ തലയിട്ട് കെട്ടി എടുക്കാം, അവിടെ പോയി ഇങ്ങനെ പറയരുത്. അതെവിടെ ഉള്ളത് നമ്മൾ പറയാ, നല്ല രീതിയിൽ സംസാരിക്കുക. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഇനി എന്തെങ്കിലും സാധനം കാണാതായി, വാപ്പ എന്തോ ഒരു പണിക്കിറങ്ങാ, അപ്പൊ പ്ലെയർ കാണുന്നില്ല, അപ്പൊ മോനോട് പ്ലെയറുടെ അടച്ചെടുത്തിനോ, ഞാനെത്താ പ്ലെയറും കൊണ്ട് എടുക്കാണോ, അത് തിരിച്ചെടു കിട്ടുക ചോദ്യം. അപ്പൊ നമ്മള് സംസാരം വളരെ നന്നായിരിക്കണം. ആവശ്യമായ അളവിൽ മാത്രമേ നമ്മൾ സംസാരിക്കാം. അനാവശ്യമായി സംസാരിക്കുകയും ചെയ്യും. ആവശ്യമായ അളവിൽ പറയും. ഓവറായി സംസാരിക്കുന്നത് നല്ലതല്ല. പക്ഷെ ഭാര്യയും ഭർത്താവും ആ വിഷയത്തിൽ കുറച്ചുകൂടി വിശാലത കാണിക്കണം എന്നാണ്. സംസാരത്തിൽ പിശുക്കുണ്ടാകരുത്. ഭാര്യമാർക്ക് പലപ്പോഴും ഭർത്താക്കന്മാരോടുണ്ടാകുന്ന പരാതി, മൂപ്പര് വേണ്ട പോലെ സംസാരിക്കുന്നില്ല. സ്ത്രീകള് ആണുങ്ങളെ മാതിരിയല്ല, സംസാരപ്രിയരാണ്. ആ സംസാരം ഭർത്താക്കന്മാരെത്തുന്ന അവർക്ക് കേൾക്കണം, അവർക്ക് കിട്ടണം. ഭർത്താവ് ഒന്നും മിണ്ടൂല, വന്നാൽ തിരിഞ്ഞു കിടന്ന് ഇങ്ങനെ മിണ്ടാതെ കിടക്കുകയാണെങ്കിൽ ആ പെണ്ണിന് ഭയങ്കര ഈറായിരിക്കും. അപ്പൊ അവരുടെ വിഷയങ്ങളൊക്കെ ചോദിച്ചു. നമ്മളെ മാതിരിയല്ല, അവരുടെ ലോകം വേറെയാണ്. അപ്പൊ അവരുടെ ലോകവുമായി ബന്ധപ്പെട്ട, കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ലോകവും അവരെ മക്കളും അങ്ങനത്തെ വിഷയമൊക്കെ നമ്മൾ സംസാരത്തിലേക്ക് കൊണ്ടുവന്ന് അതിനൊക്കെ പരിഹാരങ്ങളും ഉപദേശങ്ങളും ഒക്കെ കൊടുക്കുമ്പോഴാണ് ജീവിതം സന്തോഷകരമാകുക.
അതേ സമയത്ത് അയൽവാസികളോടും മറ്റുള്ളവരോടൊക്കെ ലോക്യം പറയും, വർത്താനം പറയൊക്കെ വേണം. അതൊന്നും ഓവറായി പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, വമിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ അവനിൽ ഉണ്ടായിത്തീരേണ്ട നന്മകളിൽപ്പെട്ടതാണ് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കുക. അതൊരു വിശാല അർത്ഥമുള്ള ഹദീസാണ്. ആവശ്യമില്ലാത്തൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വൈകുന്നേരം പുരയിലെത്തിക്കഴിഞ്ഞാൽ കീശൊന്ന് തപ്പിയൊക്കെ, കീശയിൽ കുറെ സാധനം ഉണ്ടാവും. നമ്മൾ ഇങ്ങോട്ട് പോരാൻ എടുത്ത ടിക്കറ്റിന്റെ ഇതുണ്ടാവും, ഭാര്യ സാധനം വാങ്ങാൻ തന്ന ലിസ്റ്റ് ഉണ്ടാവും, സാധനം വാങ്ങിയതിന്റെ ബില്ലുണ്ടാവും, അങ്ങനെ പലജാതി വേസ്റ്റും ഉണ്ടാവും. ചില ആൾക്കാർ അതൊരിക്കലും നെല്ലും പതിരും വേറെ ഇരിക്കൂല. അത് പിന്നെ അതിലൂടെ ഇങ്ങനെ ഇട്ടിട്ടിട്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഒരു ചവറ്റുകൊട്ടയക്കും അവന്റെ കീശ. അതിലുള്ള ആവശ്യമുള്ള എടുത്തൊക്കെ ആവശ്യമില്ലാത്ത ഒഴിവാക്കുക. വീട്ടിൽ ഇതുപോലെ തന്നെ പല സാധനവും ഉണ്ടാവും. ചില ആൾക്കാരൊക്കെ പുരയിൽ പത്രം വരുത്താൻ തുടങ്ങിയത് 84 തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. അന്ന് മുതൽക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇന്നുണ്ട്. ആ പത്രം ആർക്കും വിറ്റിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. റാക്കുമേല് മുഴുവനും പത്രമാണ്. എത്രയോ പുരന്റെ വാർപ്പടക്കുമ്പോൾ പത്രം ചോദിച്ചു വന്നിട്ട്, അല്ല അതൊക്കെ ആവശ്യം ഉണ്ടാവും എന്ന് വെച്ചതാ. വേസ്റ്റ് എടുക്കാൻ വന്നോല് ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ വീട്ടിൽ മൊത്തം ഇങ്ങനെ കെട്ടിക്കിടക്കണുണ്ടാവും, പഴയ തുണിയും പേപ്പറും കടലാസുമായിട്ട്. ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക. ഇതേപോലെ തന്നെയാണ് സംസാരവും ആവശ്യമില്ലാത്ത ഒഴിവാക്കുക. നമ്മളിങ്ങനെ ഒരു വഴിക്ക് പോകുമ്പോൾ അങ്ങാടിയിൽ നിന്ന് ഒരാളെ കണ്ടു, അയാളോട് നമ്മൾ ചോദിക്കാണ്, അല്ല നിങ്ങൾ എവിടുന്നാ വരണേ, എന്തേ ഇവിടെ കാണുന്നത്, അങ്ങനൊക്കെ നമ്മൾ ചോദിക്കാം. അപ്പൊ ഒന്നുമില്ല, ഒരു സാധനം വാങ്ങാൻ വേണ്ടി വന്നേനും തന്നെ എന്നാ പോവല്ലേ, അസ്സലാമു അലൈക്കും, ഇത്രേ നമ്മൾ ആഗ്രഹിക്കണുള്ളൂ. പക്ഷെ ചില ആൾക്കാരോട് നമ്മളൊന്ന് വിവരം അന്വേഷിച്ച്, അല്ല നിങ്ങൾ എവിടുന്നാ വരുന്ന വെച്ചാല് തോളിൽ കയ്യച്ച് പറയും, നിക്കവിടെ എന്നോട് പറയുകയാണെങ്കിലേ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി അയാള് ചോറ് തിന്നതും പിന്നെ പള്ളവേദന തുടങ്ങിയതും രാത്രി ഉറക്ക് കിട്ടാത്തതും പിന്നെ കക്കൂസ് പോണ്ടി വന്നതും പിന്നെ രാവിലെ ഡോക്ടറെ കാണാൻ പോയതൊക്കെ പാടങ്ങോട്ട് പറയുമ്പോഴേക്ക് നമ്മളെ ബസ്സും പോയി എല്ലാം പോയി കിട്ടും. പിന്നെ ആ ആളെ കാണുന്ന സമയത്ത് നമുക്ക് മെല്ലെ മാറാനാ തോന്നാ, മുണ്ടിയാ കൊടുക്കും, അയാളോട് മുണ്ടിയാ ചൊറഞ്ഞു കൂടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിച്ചില്ലാന്ന് നോക്കും. ചില പെണ്ണുങ്ങൾ രാവിലെ തന്നെ അലക്കാനോ മുറ്റടിച്ചാരാനോട്ടായിട്ട് ഇറങ്ങിയതാ. അപ്പോൾ അയലക്കാരത്തിനെ കണ്ട് അല്ലളേന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാ. പിന്നെ ആ വേലിക്കത്ത് നിന്നിട്ട് സംസാരം ഇങ്ങനെ തുടർന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലുഹ്ർബാങ്ക് കൊടുക്കുമ്പോഴാ പിന്നെ എൻ്റെ മളെ തിരുമ്പാനുള്ള മുഴുവനുണ്ടാടെ തേച്ചു വരാനുള്ളാടെ നേരം പോയത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സുദീർഘമായ സംസാരത്തിന്റെ ഇടയിലാണ് പല ഫിത്തനുകളും ഫസാദുകളൊക്കെ കുടുംബത്തിലും അലകത്തൊക്കെ ഉണ്ടാക്കുക. അപ്പൊ ആലോചിച്ച് ആവശ്യമുള്ളത് മാത്രം പറയണ ഒരു രീതി വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഇന്ന ലിസാനൽ മുഅ്മിനി വറാഅ ഖൽബിഹി. ഒരു വിശ്വാസിയുടെ നാവ് അവന്റെ ഹൃദയത്തിന്റെ പിറകിലായിരിക്കും. ഇദാ അറാദ അൻ യതകല്ലമ തദബ്ബറ. എന്തെങ്കിലും സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അവൻ ആലോചിക്കും, ആലോചിച്ചിട്ട് പറയാണ്. അതേ സമയത്ത് വൈന ലിസാനൽ മുനാഫിഖി അമാമ ഖൽബിഹി. കപടനന്റെ നാവ് അവന്റെ ഹൃദയത്തിന്റെ മുന്നിലായിരിക്കും. ഇദാ അറാദ അൻ യതകല്ലമ ഫഅംളാ. എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ച ആൾ പറഞ്ഞു കൊടുക്കും, പിന്നെ അയ്യടാന്നാവും. അങ്ങനെയുള്ള സംസാരക്കാരാവാതെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മുറിവേൽപ്പിക്കാതെ ആരെയും കുത്തിപ്പറയാതെ വേദനിപ്പിക്കാതെ നല്ല സംസാരം ശീലാക്കുക. അഞ്ചാമത്തെ കാര്യമായി പറയുന്നത് നമ്മൾ നന്ദി ബോധമുള്ളവരാകുക. ഭാര്യയും ഭർത്താവും ഒക്കെ നന്ദി ബോധമുള്ളവരാവണം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഹിദ്മത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു ഭർത്താവ് കുടുംബത്തിന്റെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ അയാൾ പെടുന്ന പെടാപാടുകൾ പലപ്പോഴും ഭാര്യമാരറിയലില്ല, അവര് പറയാറുമില്ല. പല സ്ഥലത്തുനിന്നും ആട്ടും തുപ്പോ കേട്ടിട്ടാണ് അവര് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എത്തിക്കുന്നത്. നിങ്ങൾ വെറുതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു ബസ്സിലെ കണ്ടക്ടർ അയാൾ രാവിലെ പണിക്കിറങ്ങി വൈകുന്നേരം നിങ്ങളെ വീട്ടിലെത്തുന്നതിന് മുമ്പ് എന്തെല്ലാം ബഹളങ്ങളെ നേരിട്ടിട്ടുണ്ടാവും എന്നറിയോ? ബസ് സ്റ്റാൻഡിൽ നിന്ന് ചിലപ്പോൾ മറ്റു ബസ്സുകാരായിട്ട് ഒരു ഏറ്റുമുട്ടൽ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ പോണോടത്തുനിന്ന് വേറെ കുട്ടികളെ കയറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു അടിമ്പിടിയും വേറെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു ഓട്ടോറിക്ഷക്കാരനെ വരുന്നതിൻ്റെ വേറെ ഉണ്ടാവും. പിന്നെ കയറിയിട്ട് ചില ആൾക്കാർ പൈസ കൊടുക്കാത്തവരായിട്ടുള്ള കച്ചറ അങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ മനസ്സിങ്ങനെ വേദനിച്ചിട്ടാണ് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഈ പണി പൂർത്തിയാക്കുന്നത്. ഇതെന്തിനാ? കുടുംബം പോറ്റാനാ. പക്ഷെ അതൊന്നും വീട്ടിലിരിക്കുന്ന ആളുകൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പൊ അവരുടെ വേദനയും അവരുടെ പ്രയാസവും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ഓരോരുത്തൻ്റെയും ബുദ്ധിമുട്ടും പ്രയാസം മനസ്സിലാക്കി അവരൊരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളെ പോറ്റി വളർത്തുന്നത്.
അധ്വാനത്തിന് നമുക്ക് നന്ദി ഉണ്ടാകണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ അപ്പുറം. അത് രാവിലെ അങ്ങോട്ട് സ്റ്റാർട്ടായ സുബഹിന്റെ മുമ്പ്. പിന്നെ എപ്പോഴാണ് ഓഫാകുന്നത്? രാത്രി കിടക്കാൻ നേരത്തെ. അതരേ പണി തന്നെ. എന്തെല്ലാം ഐറ്റം പണിയാണ്. അതിനൊക്കെ നമ്മൾ കൂലി കൊടുക്കണം എന്നുള്ള ബില്ല് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങാനും പാസ്സായാലേ നമ്മളെ ശമ്പളം അതിന് കൊടുത്താൽ മതിയാവില്ല. പറയാലോ, നിങ്ങളൊരു 40 ദിവസം പ്രസവിച്ചെടുക്കുമ്പോൾ തന്നെ ആരെങ്കിലും ഒരാളെ വെക്കണമെങ്കിൽ നിങ്ങൾ 5 മാസം ശമ്പളം വേണം. ആ രീതിയിലാണ് ഇപ്പം ശമ്പളത്തിന്റെ സംഗതികൾ. ഇതൊക്കെ ഫ്രീ ആയി ചെയ്തു തരുന്ന ഭാര്യമാരാണ്. അപ്പൊ അവരോട് ഒരു നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കണം. അത് സംസാരത്തിലും ഉണ്ടാവണം, പെരുമാറ്റത്തിലും ഉണ്ടാവണം, എല്ലാ അർത്ഥത്തിലും മനസ്സിലും നമുക്ക് നന്ദി ഉണ്ടാവണം. ഇപ്പൊ ഭാര്യമാര് നല്ല ആഹാരം പാകം ചെയ്ത് നമ്മളെ മേശപ്പുറത്ത് കൊണ്ടുവെക്കുകയാണ്. അത് കൊണ്ടുവച്ചാല് പള്ളർച്ചും തിന്ന് നീച്ചാട് പോവാന്നുള്ളതാണ് നമ്മളൊക്കെ രീതി. അതിന് പകരം ഒരഭിപ്രായം പറയാം. ഇന്ന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, മീൻകറി ഇന്ന് പണ്ടാ കേട്ടമാതിരി ഇടിവെട്ട് മീൻകറി എന്ന് പറഞ്ഞ് ഇന്ന് ഇടുന്നാണിത്, ഇതൊരു പ്രത്യേകത ഉണ്ടല്ലോ എന്നാണ്. അത് വലിയൊരു സന്തോഷം. ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ച അതൊക്കെ അത് മറന്നുപോകും ഈ ഒരൊറ്റ വർത്താനത്തിന്. ഒരാളൊരു സംഗതി ചെയ്താൽ എങ്ങനെയാ അതിനൊന്ന് അഭിനന്ദിക്കാം. അത് നല്ലത് ചെയ്താൽ അഭിനന്ദിക്കാം. ഇപ്പൊ നമ്മളെ കുട്ടികളൊക്കെ അതാ SSLC പരീക്ഷ കഴിഞ്ഞ് പല ആളുകളും 10 A+ ആയിട്ടാ വന്നത്. അപ്പം ഒരുത്തന്റെ അഭിപ്രായം എന്താ? അതിപ്പോ എനിക്ക് മാത്രല്ല, ഇപ്പൊ മൊത്തം 10 A+ അല്ല, എന്റെ 10 A+ യാതൊരു വിലയില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടി തളർന്നു പോകും. ഇനി +1 ഓൻ ആ കാര്യം തന്നെ ശ്രദ്ധിക്കൂല. ഇനി 9 കിട്ടിയോനും 8 കിട്ടിയോനും 2 കിട്ടിയോനും ഒക്കെ അഭിനന്ദിക്കണം. ആ അഭിനന്ദനം ഒരു മോട്ടിവേഷനാണ്. അത് ഭാവിയിൽ ഇവരെ വലിയ വിജയത്തിന് കാരണമാകും. നമ്മൾ കിട്ടിയതിനാണ് അഭിനന്ദിക്കേണ്ടത്, കിട്ടാത്ത ചോദ്യം ചെയ്യല്ല. ഇപ്പൊ 8 A+ കിട്ടിയ ഒരുത്തനോട് വാപ്പ ചോദിക്കണം എന്താ അന്റെ 2 എവിടെ പോയി, എന്നിട്ട് അതിന് ചൂടാകുകയാണ്. ഈ 8 കിട്ടിയതിന് ഒരു സ്പൂണ് പഞ്ചാരെങ്കിലും അവന്റെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ ഇനി +1 പരീക്ഷ അവൻ എന്ത് കിട്ടും? ഫുള്ള് കിട്ടും. അങ്ങനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് നന്ദി കാണിക്കണം. ഇതേപോലെ തന്നെയാണ് ഭാര്യ ഭർത്താവിനോട് ഇങ്ങോട്ടും നന്ദി ചെയ്യും. അവർ ചെയ്യണ അധ്വാനത്തിനൊക്കെ പകരം നന്ദി ബോധത്തോടെ പെരുമാറും. ഇങ്ങനെയുള്ള പരസ്പര നല്ല പെരുമാറ്റമാണ് നമ്മളെ ദുനിയാവും ആഖിറവും സന്തോഷകരമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. നമ്മളെ കുടുംബത്തില് ഒരു മുത്തഅല്ലിമെങ്കിലും എല്ലാ കുടുംബത്തിലും ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ഇൽമു പഠിക്കുന്ന ഒരു കുട്ടി നമ്മളെ കുടുംബത്തിൽ ഉണ്ടായാൽ അതൊരു വലിയ ബർക്കത്താണ്. ഏത് ഉമ്മന്റെയും ബാപ്പന്റെയും യശസ്സും അഭിമാനവും അവരറിയപ്പെടുന്നതൊക്കെ ആലിമായ ഒരു കുട്ടി ആ കുടുംബത്തിൽ ഉണ്ടാവുമ്പോഴാണ്. അതിന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുകയും മോഹിക്കുകയും ചെയ്യണം. പരമാവധി ആകുന്നിടത്തോളം ആക്കാൻ നോക്കുക. കാരണം അത്ര വലിയൊരു മേഖലയാണ് അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ പോകുന്ന മേഖല എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമു പഠിക്കുന്ന റൂട്ടിലേക്ക് ഒരാൾ അങ്ങോട്ട് കടന്നാൽ അത് നേരെ പോയാൽ സ്വർഗത്തിലെത്താണ്, നേരെ സ്വർഗത്തേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവേശത്തിന് അവസരം കിട്ടിയ മുത്തഅല്ലിമീങ്ങൾ ഉണ്ട് ഈ സദസ്സിൽ. ആ വഴിയിൽ നിന്ന് ഒരിക്കലും മാറണതിനെ കുറിച്ച് ആലോചിക്കരുത്. ശൈത്താൻ അങ്ങനെ പറയും, നിങ്ങൾ ഇറങ്ങിയല്ലേ അങ്ങോട്ട് പോയിക്കോ, ഇതിലിപ്പോ എന്താ ശമ്പളം കിട്ടുക, അങ്ങനെ ജോലി ചെയ്താൽ എന്താ കിട്ടുക എന്നൊക്കെ അങ്ങനെ ചോദിച്ചു ശൈത്താൻ. അപ്പൊ നമ്മൾ ഈ വഴിയിൽ നിന്ന് മാറിയാലേ സ്വർഗത്തേക്കുള്ള റൂട്ടിക്ക് നമ്മളെ തിരിച്ചു തന്നിട്ട് വഴി വിട്ടുപോയാൽ അതിനേക്കാൾ വലിയ അബദ്ധം വേറെ ഇല്ല. ദുന്യാവിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ബേജാറാകണ്ട. അള്ളാന്റെ ദീന് പഠിച്ചതിന്റെ പേരിൽ ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു തആല പരീക്ഷിക്കൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് എന്താ? മൻ തഫഖഹ ഫീ ദീനില്ലാഹി അസ്സ വജല്ല കഫാഹുല്ലാഹു മാ ഹമ്മ. അള്ളാഹുവിന്റെ ദീന് ഒരാൾ പഠിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ അവനെ അലട്ടുന്ന എല്ലാ വിഷയവും അള്ളാഹ് പരിഹരിച്ചു കൊടുക്കും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ പ്രതീക്ഷിക്കാത്ത ഭാഗത്തുകൂടെ അവന്റെ ജീവിതോപാധികളൊക്കെ അള്ളാഹ് സംഘടിപ്പിച്ചു കൊടുക്കും. പെണ്ണിട്ടാനാവുമ്പോ അതിന്റെ മഹറിനൊന്നും ബേജാറാണ്ടി വരൂല. വീടുണ്ടാക്കേണ്ട സമയമാകുമ്പോ വീട് കിട്ടും. കുട്ടികളെ കെട്ടിക്കാൻ സമയമാകുമ്പോ എങ്ങനെയെന്നറിയില്ല, അതൊക്കെ നടക്കും. ഒന്നിനും നമ്മൾ പ്രയാസപ്പെടില്ല. നമ്മളെ ലക്ഷ്യം എന്താവണം? അള്ളാഹുവിന്റെ ദീനും ഇൽമും നിലനിർത്തുക എന്നതാണെങ്കിൽ ബാക്കി നമ്മളെ കൂടെ ഇങ്ങോട്ട് വരുമെന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഖുയ്യിറ നബിയുല്ലാഹി സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിമസ്സലാത്തു വസ്സലാം.
ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ സുലൈമാൻ നബിക്ക് അള്ളാഹു ഖിയാർ കൊടുത്തു, ഇഷ്ടം തെരഞ്ഞെടുക്കാൻ അവസരം കൊടുത്തു. ബൈനൽ ഇൽമി വൽ മാലി വൽ മുൽക്കി, നിങ്ങൾക്ക് അറിവാണോ വേണ്ടത്, അധികാരമാണോ വേണ്ടത്, സമ്പത്താണോ വേണ്ടത്? ആ സമയത്ത് ഫഖ്താറൽ ഇൽമ, സുലൈമാൻ നബി അലൈഹി സ്വലാം അറിവിനെ തെരഞ്ഞെടുത്തു, ഇൽമിനെ തെരഞ്ഞെടുത്തു. ആ ഒരു കാരണം കൊണ്ട് തന്നെ അള്ളാഹു എന്ത് ചെയ്തു? ഫഅതാഹുല്ലാഹുൽ മാല വൽ മുൽക മഅ, ഇൽമിന്റെ കൂടെ അധികാരവും കൊടുത്തു, സമ്പത്തും കൊടുത്തു. ലോകത്ത് പിന്നെ ഒരാൾക്കും കൊടുക്കാത്ത തരത്തിലാണ് അധികാരം അല്ലാഹു തആല കൊടുത്തത്. അതെന്തുകൊണ്ടാ? ഇൽമിനെ തെരഞ്ഞെടുത്തിട്ട്. അപ്പൊ ഇൽമുള്ള ആളെടുത്ത് അധികാരികളും ഇങ്ങോട്ട് വരും, പണം ഇങ്ങോട്ട് വരും, എല്ലാം വരും. നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പൊ ആ ഇൽമിന്റെ പിറകെ പോകുന്ന ഒരു കുട്ടിയെങ്കിലും എൻ്റെ കുടുംബത്തിൽ ഉണ്ടാവണമെന്ന് എല്ലാവരും എപ്പോഴും കരുതുക. അത് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാം. അതോടൊപ്പം ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചുപോയ കുടുംബാംഗങ്ങളാണ് നമ്മൾ എന്ന നിലക്ക് എല്ലാവരും ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചക്കും വളർച്ചക്കും വേണ്ടി ചിന്തിക്കുകയും ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുകയും ചെയ്ത് ഇതിന്റെ വളർച്ചയിൽ സന്തോഷിക്കുക. അങ്ങനെ അല്ലാഹു തആല നാളെ ജന്നാത്തുൻ നഈമിൽ കുടുംബത്തോടൊന്നിച്ച് ഒരുമിച്ചുകൂടാൻ നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എളിയ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് മലപ്പുറത്ത് വഖഫ് ഭേദഗതി ബില്ലിനെതിരെയുള്ള ജനാധിപത്യ സംരക്ഷണ സമ്മേളനം SYS-ന്റെ ആഭിമുഖ്യത്തിൽ നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട ഉസ്താദ് ഇവിടെ ഉണ്ടായിട്ടും അതിന്റെ മുമ്പ് സംസാരിച്ച് പോകുന്നത്. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.